ഹലോ, ഈ ഒരു ലെസണിൽ നമ്മൾ എങ്ങനെയാണ് നംപൈ അറേസ് റീഓർഗനൈസ് ചെയ്യുക എന്നുള്ള അതിനുള്ള കുറെ മെത്തേഡ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് ചെയ്തുകൊണ്ട് പറയാം. ഇമ്പോർട്ട് നംപൈ ആസ് എൻ പി ആദ്യം ചെയ്യാം. അപ്പൊ നമ്മളിവിടെ ARR എന്ന് പറഞ്ഞിട്ട് np.array ഒരു അറേ ക്രിയേറ്റ് ചെയ്യാണ്. ഒരു 2 ഡയമെൻഷൻ അറേ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. കോമ ഇട്ടിട്ട് അതിനകത്ത് 1 2 3 4 5 എന്നും ഓക്കെ 6 7 8 9 10 എന്നും എലമെന്റ്സ് കൊടുക്കാം. എന്നിട്ട് നമ്മളിവിടെ ARR പ്രിന്റ് ചെയ്താൽ നോക്കൂ, ARR വന്നു. 2 ഡയമെൻഷൻ അറേ ആണ്. ഈ അറേയുടെ ഷേപ്പ് എന്താണ്? ARR.shape എന്ന് അടിച്ചാൽ 2x5 ആണ്. അതായത് ഈ റേഞ്ച് 10 എലമെന്റ്സ് ആണ് ഉള്ളത്. ഇതിനെ നമുക്ക് റീഷേപ്പ് ചെയ്യാൻ പറ്റും. അതായത് 10 എലമെന്റ്സ് ഉള്ള അറേയിൽ നമുക്ക് 2x5 അറേ ആണല്ലോ, അതിന് നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിൽ കൊടുക്കാം. അതായത് ARR.reshape എന്നിട്ട് നമുക്ക് അതിന്റെ ആർഗ്യുമെന്റ് ആയിട്ട് നമുക്കൊരു ഡയമെൻഷൻ കൊടുക്കാം. അതായത് 10 എലമെന്റ്സ് ആണ്. അപ്പൊ 1x10 ആയിട്ട് ഒരു അറേ ആയിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അതായത് നോക്കൂ 1x10 അറേ ആയിട്ട് 1 to 10 ഇങ്ങനെ നിരന്ന് വന്നു. അതുപോലെ തന്നെ ഈ 1x10 മാറ്റിയിട്ട് നമുക്ക് 2x5 അല്ലേ, അതിന് പകരം 5x2 എന്ന് കൊടുക്കാം. അപ്പൊ നോക്കൂ ഇങ്ങനെ വന്നു. ഇങ്ങനെ 10 എലമെന്റ്സ് ഉള്ള ഏത് ഡയമെൻഷൻ വേണമെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാം. അതായത് ഇപ്പം എങ്ങനെ നമുക്ക് കൊടുക്കാം, 5x2x1 എന്ന് വേണമെങ്കിൽ കൊടുക്കാം. ഓക്കെ, അതും 10 ആണ്. 5 × 2 × 1 10 ആണ്. അങ്ങനെ 10 എലമെന്റ്സ് വെച്ച് വേണം നമ്മൾ കൊടുക്കാൻ. ഇപ്പൊ ഞാൻ ഇവിടെ 5x2x3 എന്ന് കൊടുത്തു എന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പൊ എനിക്ക് എറർ വരും. നോക്കൂ, കനോട്ട് റീഷേപ്പ് അറേ ഓഫ് സൈസ് 10 ഇൻടു ഷേപ്പ് 5x2x3. ഇതിന് കാരണം എന്താ? ഒരു 5x2x3 അറേയിൽ എത്ര എലമെന്റ്സ് ഉണ്ടാവും? 5 × 2 10, 10 × 3 30 എലമെന്റ്സ് ഉണ്ടാവണം അല്ലെ. ഷേപ്പിനെ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് നമ്പർ ഓഫ് എലമെന്റ്സ് കിട്ടുമല്ലോ. അപ്പൊ 30 എലമെന്റ്സ് വേണം, നമുക്ക് ആകെ 10 എലമെന്റ്സ് ഉള്ളു. അപ്പൊ 10 അനുസരിച്ച് വേണം നിങ്ങളിത് റീഷേപ്പ് ചെയ്യാൻ. 5x2 കൊടുത്താൽ അത് വരും, 2x5 കൊടുത്താൽ വരും, 1x10 കൊടുത്താൽ വരും, 10x1 കൊടുത്താൽ വരും. ഓക്കെ, സോ ഇങ്ങനെയൊക്കെ വരും. ഇങ്ങനെയാണ് നമുക്ക് റീഷേപ്പ് ചെയ്യാൻ പറ്റുക അറേനെ. എപ്പോഴും ആലോചിക്കുക, റീഷേപ്പ് ചെയ്യുമ്പോൾ ഈ ഡയമെൻഷൻസ് ആലോചിക്കണം. അതായത് ഒന്നും കൂടെ ഞാൻ കാണിക്കാം. ARR എന്ന് പറഞ്ഞിട്ട് പുതിയൊരു അറേ ഞാൻ ക്രിയേറ്റ് ചെയ്യാണ്, np.zeros. ഓക്കെ, ഇതിൽ നമുക്ക് ഒരു 1x50 കൊടുക്കാം. ഓക്കെ, 1x50 ഉള്ള ഒരു അറേ. ഓക്കെ, ഇപ്പൊ ARR പ്രിന്റ് ചെയ്യുമ്പോൾ 50 പൂജ്യം നിരന്നിട്ട് 1x50 ആണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിനെ ARR.reshape ഓഫ് എങ്ങനെയൊക്കെ റീഷേപ്പ് ചെയ്യാം? 50 എലമെന്റ്സ് ആണ് ഉള്ളത്. അപ്പൊ 2 × 25 എന്ന് കൊടുക്കാം. ഓക്കെ, നോക്കൂ 2 × 25 50 ആണ്. പിന്നെ 5 × 10 കൊടുക്കാം അല്ലെ. അതായത് ARR.reshape 5,10. ഓക്കെ, സോ അത് 5 റോ 10 കോളം ഉള്ള അറേ ആയിട്ട് വരും. അല്ലെങ്കിൽ 10x5 കൊടുക്കാം, അങ്ങനെയും കൊടുക്കാം. അതായത് 10 എന്ന് കൊടുക്കാൻ പറ്റില്ല. അപ്പൊ 100 എലമെന്റ്സ് വേണം. 10x5 കൊടുത്താലും നോക്കൂ 10 റോസും 5 കോളം ഉള്ള അറേ ആയിട്ട് വന്നു. ഇത് നിങ്ങൾക്ക് 3 ഡയമെൻഷനിൽ 4 ഡയമെൻഷനിൽ എല്ലാം ചെയ്യാവുന്നതാണ്. ആ നമ്പർ ഓഫ് എലമെന്റ്സ് തെറ്റാതെ സൂക്ഷിക്കണം. ഇത്രയും 100 എലമെന്റ്സ് ആണെങ്കിൽ അതിന് നിങ്ങൾ ഫാക്ടേഴ്സ് എടുത്തിട്ട് എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് കോമ്പിനേഷൻസ് ഉണ്ടാക്കാവുന്നതാണ്. ഇങ്ങനെയാണ് റീഷേപ്പ് ചെയ്യുക. ഒരു കാര്യം കൂടെ, ഈ റീഷേപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഒറിജിനൽ ARRൽ വ്യത്യാസമൊന്നും വരില്ലേ. ഒറിജിനൽ ARR ഇങ്ങനെയാണ്, ARR.reshape എന്നടിച്ചിട്ട് നിങ്ങൾ ഇപ്പൊ ഞാനിവിടെ എത്ര 50 അല്ലേ, 25,2 എന്ന് കൊടുത്തിട്ട് ഒരു സിയിലേക്ക് അസൈൻ ചെയ്യാന്ന് വിചാരിക്കുക. ഓക്കെ, സിയിലേക്ക് അസൈൻ ചെയ്താൽ ARR പഴയതും സി പുതിയതുമായിട്ടിരിക്കും. ഓക്കെ, അപ്പൊ ഇതൊരു കോപ്പി ഇവിടെ സിയിൽ ക്രിയേറ്റ് ചെയ്യും. നിങ്ങളുടെ ഒറിജിനൽ അറേയിൽ ഒരു വ്യത്യാസവും വരില്ല. ഞാനിവിടെ ഈ സെല്ലിൽ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ടാണ് ഇവിടെ ഔട്ട്പുട്ട് ആയിട്ട് വരുന്നത്. പക്ഷെ ഒറിജിനൽ അറേയിൽ ആക്ച്വലി മാറ്റം വരുന്നില്ല ARR.reshape ചെയ്യുന്നെങ്കിൽ. ഓക്കെ, ഒറിജിനൽ അറേയിൽ മാറ്റം വരുത്തുന്നെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാം. ARR.shape = നിങ്ങൾക്ക് അസൈൻ ചെയ്യാം. അതായത് 25x2 എന്ന്. ഓക്കെ, ഇനി ARR പ്രിന്റ് ചെയ്യുമ്പോൾ നോക്കൂ 25x2 ആയിട്ട് വരും. ഇങ്ങനെ ഷേപ്പ് അസൈൻ ചെയ്തിട്ട് ARR മാറ്റാം. റീഷേപ്പ് ചെയ്യുമ്പോൾ ഒറിജിനൽ അറേയിൽ മാറ്റം വരില്ല. നിങ്ങൾക്ക് അത് എന്തിലേക്കെങ്കിലും അസൈൻ ചെയ്യാണ് പറ്റുക. ഓക്കെ, റൈറ്റ്, അതാണ് റീഷേപ്പ്. ഇനി നമുക്കൊരു അറേ റിപ്പീറ്റ് ചെയ്യാൻ പറ്റും. അതായത് റിപ്പീറ്റ് ആൻഡ് അറേ എങ്ങനെയാ കൊടുക്കാം നമുക്ക് നോക്കാം. അപ്പോ നമുക്കിപ്പോ ഒരു അറേ ക്രിയേറ്റ് ചെയ്യാം. അതാണ് എളുപ്പം. np.array ഓഫ് 1 2 3 4 ഒരു ചെറിയ അറേ ക്രിയേറ്റ് ചെയ്തു. ഇനി നമുക്ക് റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ np.repeat എന്ന് കൊടുക്കുക. എന്നിട്ട് അറേയുടെ പേര് ആർഗ്യുമെന്റ് ആയിട്ട് കൊടുക്കുക. എത്ര തവണ റിപ്പീറ്റ് ചെയ്യണം എന്ന് കൊടുക്കുക. അപ്പോൾ നമുക്കൊരു 3 തവണ റിപ്പീറ്റ് ചെയ്യാൻ കൊടുക്കാം. ഇപ്പൊ നോക്കൂ, എലമെന്റ്സ് റിപ്പീറ്റ് ആയി. ഓക്കെ, 1 1 1 2 2 2 3 3 3 4 4 4 എന്ന് വന്നു. ഇത് നമുക്ക് ഇനി 2 ഡയമെൻഷനൽ അറേയിൽ കൊടുത്ത് നോക്കാം. അതായത് ARR ഓക്കെ np.array ഓഫ് ഒരു 2 ഡയമെൻഷൻ അറേ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം.
ഇനി നമുക്കിതൊരു 2 ഡയമെൻഷൻ അറേയിൽ കൊടുക്കാം. അപ്പൊ ഞാൻ ഇവിടെ ഓൾറെഡി ഒരു 2 ഡയമെൻഷൻ അറേ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ARR തന്നെ ഉള്ള പേരിൽ. ഇനി ഇതിൽ നമുക്ക് റിപ്പീറ്റ് കൊടുക്കണമെങ്കിൽ np.repeat ഓക്കെ ARR എന്ന് പേര് കൊടുക്കുക. എന്നിട്ട് എത്ര പ്രാവശ്യം, നമുക്ക് 3 പ്രാവശ്യം തന്നെ കൊടുക്കാം. ഓക്കെ, അതിന്റെ കൂടെ തന്നെ നമുക്ക് ആക്സിസും കൊടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഏത് ആക്സിസിൽ വെച്ചിട്ടാണ് റിപ്പീറ്റ് ചെയ്യേണ്ടതെന്ന്, അതായത് ഇപ്പൊ ഞാനിവിടെ ആക്സിസ് ഇസ് ഈക്വൽ ടു 0 എന്ന് കൊടുക്കുകയാണെങ്കിൽ 0th ആക്സിസിൽ വെച്ച് റിപ്പീറ്റ് ആവും. അതായത് നോക്കൂ 1 2 1 2 1 2 3 4 3 4 3 4 നോക്കൂ 0യിൽ വെച്ചിട്ട് താഴോട്ടാണല്ലോ ആക്സിസ് 0 2 ഡയമെൻഷൻ അറേയിൽ, അങ്ങനെ റിപ്പീറ്റ് ആവും. ഇനി നിങ്ങളിവിടെ ആക്സിസ് 1 കൊടുക്കുകയാണെങ്കിൽ നോക്കൂ 1 1 1 2 2 2 3 3 3 4 4 4. ആക്സിസ് 1 എന്ന് പറയുമ്പോൾ ഇങ്ങോട്ടാണ് പോകുന്നത്. അപ്പോൾ വേർട്ടിക്കലി നിങ്ങളുടെ എലമെന്റ്സ് റിപ്പീറ്റ് ആവും. അങ്ങനെയാണ് റിപ്പീറ്റ് വർക്ക് ചെയ്യുന്നത്. ഇത് അഗെയിൻ 3 ഡയമെൻഷൻ അറേയിലൊക്കെ നിങ്ങൾക്ക് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. അടുത്തത് നമുക്ക് വെർട്ടിക്കലി ആൻഡ് ഹൊറിസോണ്ടലി അറേസ് എങ്ങനെയാണ് സ്റ്റാക്ക് ചെയ്യാന്ന് നോക്കാം. ഇതിപ്പം എലമെന്റ് വൈസ് റിപ്പീറ്റേഷൻ ആണ്. സ്റ്റാക്കിങ് എങ്ങനെയാന്ന് ഞാൻ പറയാം. സോ ആദ്യം നമുക്ക് വി സ്റ്റാക്ക് നോക്കാം അല്ലെ, വെർട്ടിക്കൽ സ്റ്റാക്ക്. ഓക്കെ, വെർട്ടിക്കൽ സ്റ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഒരു v1 എന്ന് പറഞ്ഞിട്ട് ഒരു അറേ ക്രിയേറ്റ് ചെയ്യാം. np.array of 1 2 3 4 എന്ന് ഒരു അറേ ഞാൻ ക്രിയേറ്റ് ചെയ്തു. v2 എന്ന് പറഞ്ഞിട്ട് ഞാൻ വേറൊരു അറേ ക്രിയേറ്റ് ചെയ്യാണ്. np.array of 5 6 7 8 എന്ന് പറഞ്ഞിട്ട് v1 ആൻഡ് v2 രണ്ട് അറേ ക്രിയേറ്റ് ചെയ്തു. ഇനി നമുക്ക് വി സ്റ്റാക്ക് എങ്ങനെയാ വർക്ക് ചെയ്യാൻ നോക്കാം. np.vstack എന്നിട്ട് ഒരു ലിസ്റ്റിന്റെ പോലെ ക്ലോസിംഗ് ആൻഡ് ഓപ്പണിംഗ് ബ്രാക്കറ്റ് കൊടുത്തിട്ട് v1, v2 എന്ന് നിങ്ങൾ കൊടുത്താൽ നോക്കൂ വെർട്ടിക്കലി അവർ രണ്ടുപേരും സ്റ്റാക്ക് ആയി, ഒന്നിന്റെ താഴെ താഴെ ഓരോന്ന് അടുക്കി വെക്കുന്ന പോലെ. ഇത് നിങ്ങൾക്ക് മൾട്ടിപ്പിൾ എലമെന്റ്സ് ആയിട്ട് കൊടുക്കുക. അതായത് v1, v2 ഇവിടെ തന്നെ ഞാൻ എഡിറ്റ് ചെയ്യാണ്, ശ്രദ്ധിക്കണേ. v1 പിന്നെയും ഞാൻ കൊടുത്തു, പിന്നെയും ഞാൻ v1 തന്നെ കൊടുക്കാന്ന് വിചാരിക്കുക. ഓക്കെ, ഇപ്പൊ റൺ ചെയ്താല് നോക്കൂ ആദ്യം v1, അതിന്റെ താഴെ v2 സ്റ്റാക്കായി, പിന്നെയും v1 വന്നു, പിന്നെയും v1 വന്നു. ഇനി ഇത് കഴിഞ്ഞിട്ട് v2 കൂടെ കൊടുക്കുകയാണെങ്കിൽ അതിന്റെ താഴെ ഒരു v2 കൂടെ വരും. ഓക്കെ, ഇങ്ങനെ വെർട്ടിക്കലി നമുക്ക് സ്റ്റാക്ക് ചെയ്യാം. ഇതിപ്പോ 1 ഡയമെൻഷൻ അറേയാണ്, 2 ഡയമെൻഷൻ അറേ നമുക്ക് ഇപ്പൊ കാണാം. അതുപോലെ തന്നെ ഹോറിസോണ്ടൽ സ്റ്റാക്ക് നമുക്ക് ചെയ്യാവുന്നതാണ്. ഇപ്പൊ വെർട്ടിക്കൽ സ്റ്റാക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചാൽ ഈ നമ്പർ ഓഫ് കോളംസ് മാച്ച് ചെയ്യണം. അതായത് ഇതിനകത്ത് 4 കോളം ആണല്ലോ ഉള്ളത്, ഇതിനകത്ത് 4 കോളം ആവണം. ഇവിടെ ഒരു 9 ഇങ്ങനെ ഒരു എലമെന്റും കൂടെ ഉണ്ടെങ്കിൽ ഇവരെ സ്റ്റാക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്പർ ഓഫ് കോളംസ് ഷുഡ് മാച്ച്. ഓക്കെ, അതാണ് ഒരു കാര്യം. ഇനി നമുക്ക് വെർട്ടിക്കൽ സ്റ്റാക്ക് കഴിഞ്ഞിട്ട് ഇനി നമുക്കൊരു 2 ഡയമെൻഷൻ അറേയും കൂടെ ചെയ്ത് നോക്കാം. അപ്പൊ ഞാൻ ഇവിടെ ഒരു v3 എന്ന് പറഞ്ഞിട്ടൊരു അറേ ക്രിയേറ്റ് ചെയ്യാണ്. 2 ഡയമെൻഷൻ അറേ np.array of ഓക്കെ, എന്നിട്ട് അതിനകത്ത് 2 എലമെന്റ്സ്, എന്നിട്ട് നമ്പർ ഓഫ് കോളംസ് മാച്ച് ചെയ്യണമെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഞാനിവിടെ ഒരു 1 1 1 1 എന്നും ഇത് 2 2 2 2 എന്നുള്ള ഒരു അറേ. ഓക്കെ, ഇതിന്റെ പേര് v3. ഇനി ഞാൻ സ്റ്റാക്ക് ചെയ്യാൻ പോവാണ്. np.vstack ഓക്കെ, എന്നിട്ട് ഇതിനകത്ത് v3, എന്നിട്ട് നമ്മളെ പഴയ v1 നമുക്ക് ഉപയോഗിക്കാം. v1 v2 പിന്നെ ഒരു v3, ഇങ്ങനെ ഞാൻ ഇങ്ങനെ സ്റ്റാക്ക് ചെയ്തുകൊണ്ടേ പോവായിരിക്കും. ഇപ്പൊ നോക്കൂ v3 വന്നു 1 1 2 2 എന്നുള്ളത്, പിന്നെ v1 അതായത് 1 2 3 4, v2 5 6 7 8, പിന്നെ v3 അതായത് 1 1 1 1 2 2 2 2. ഓക്കെ, അപ്പൊ നമ്പർ ഓഫ് കോളംസ് മാച്ച് ആവണമെന്നേ ഉള്ളൂ. അതിങ്ങനെ സ്റ്റാക്ക് ചെയ്ത് പൊക്കോളും. റൈറ്റ്, 2 ഡയമെൻഷൻ അറേയും 1 ഡയമെൻഷൻ അറേയും കൂടെ സ്റ്റാക്ക് ചെയ്തതാണ് ഇപ്പൊ കണ്ടത്. ഓക്കെ റൈറ്റ്, സോ അതാണ് വെർട്ടിക്കൽ സ്റ്റാക്ക്. ഇനി നമുക്ക് ഹൊറിസോണ്ടൽ സ്റ്റാക്ക് നോക്കാം. അപ്പൊ നമ്മുടെ v1 ഇവിടെ ഉണ്ട്, v2 ഇവിടെ ഉണ്ട്. റൈറ്റ്, np.hstack ഓക്കെ, എന്നിട്ട് v1, v2 ചെയ്താൽ ഹൊറിസോണ്ടലി അവര് സ്റ്റാക്ക് ആയി. ഇത് നമുക്ക് കുറച്ചും കൂടെ എളുപ്പത്തിൽ 2 ഡയമെൻഷൻ അറേയിൽ ചെയ്ത് നോക്കാം. അപ്പോഴേ കുറച്ചും കൂടെ അതിന്റെ ഒരു വിഷ്വൽ എഫക്റ്റ് വരുള്ളൂ. ഹൊറിസോണ്ടലി സ്റ്റാക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ആദ്യം ഒരു v1 എന്നുള്ളതിന് വരെ h1 എന്ന് പേര് കൊടുക്കാം. ഓക്കെ, h1 is equal to np.array ഒരു 2 ഡയമെൻഷൻ അറേ, അതായത് 2 ഇത്, എന്നിട്ട് അതിനകത്ത് നമുക്ക് ഇതിനകത്ത് 1 1 2 2 കൊടുക്കാം. ഓക്കെ, ഇതാണ് h1 1 1 2 2. ഇനി h2 എന്ന് പറഞ്ഞാല് np.array ഓക്കെ, അതിനകത്ത് 1 1 2 2 അല്ലെ, നമുക്ക് ഇവിടെ 3 3 3 3 4 5 എന്ന് കൊടുത്തു. ഓക്കെ, അതാണ് h2 നമുക്ക് ഇവിടെ പ്രിന്റ് ചെയ്യാം. ഓക്കെ, ഇനി ഞാൻ np.hstack of ഓക്കെ h1, h2 എന്ന് ചെയ്യുമ്പോൾ നോക്കൂ റോ വൈസ് അവര് ഹൊറിസോണ്ടലി സ്റ്റാക്ക് ആയി. അതായത് 1 1 2 2 അതിന്റെ കൂടെ 3 3 താഴെ 4 5 വന്നു.
ഓക്കെ. സോ ഇവിടെ നമ്പർ ഓഫ് റോസ് മാച്ച് ആവണം. ഓക്കെ, നമ്പർ ഓഫ് റോസ് മാച്ച് ആയാൽ ഇവരെ സ്റ്റാക്ക് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ. അതായത് ഇവിടെ 2 കട്ടയുണ്ട്, അതിന്റെ കൂടെ ഇവിടെ 2 കട്ട കൂടെ ചേർത്തിരിക്കുക. ഇങ്ങനെ ബ്ലോക്ക് വെക്കുക. മറ്റത് മേലേക്ക് വെക്കുക. ഓക്കെ, അപ്പൊ ഒന്നും ഇങ്ങനെ തള്ളി നിൽക്കരുത്. അതുകൊണ്ട് നിങ്ങൾ എല്ലാം ഇങ്ങനെ മേലേക്ക് വെർട്ടിക്കലി സ്റ്റാക്ക് ചെയ്യുമ്പോൾ കോളം സെയിം ആണോ നോക്കണം. ഹൊറിസോണ്ടലി സ്റ്റാക്ക് ചെയ്യുമ്പോൾ നമ്പർ ഓഫ് റോസ് സെയിം ആണോ നോക്കണം. ഒന്നും പൊങ്ങിയോ താഴ്ന്നോ നിൽക്കരുത്. റൈറ്റ്. ഓക്കെ, അങ്ങനെയാണ് ഹൊറിസോണ്ടൽ സ്റ്റാക്കും വെർട്ടിക്കൽ സ്റ്റാക്കും. അപ്പൊ അത് കുറച്ച് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. ഇനി നമുക്ക് ഒരു n ഡയമെൻഷണൽ നംപൈ അറേ എങ്ങനെയാണ് എക്സ്പാൻഡ് ആൻഡ് സ്ക്വീസ് ചെയ്യുന്നത് നോക്കാം. ഓക്കെ, സോ മോർ ആക്സസ് എങ്ങനെയാണ് ആഡ് ചെയ്യുക, റിമൂവ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് ഇത് പറയുന്നത്. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ വീണ്ടും ഒരു അറേ ക്രിയേറ്റ് ചെയ്യാണ്. ഓക്കെ, അപ്പൊ നമുക്കിവിടെ ഒരു ഹെഡിങ് കൊടുക്കാം. ഓക്കെ, എക്സ്പാൻഡിങ് ആൻഡ് സ്ക്വീസിങ്. ഓക്കെ, എന്നിട്ട് ഞാൻ വീണ്ടും ARR എന്നുള്ള പേരിൽ ഒരു അറേ ക്രിയേറ്റ് ചെയ്യാണ്. ARR is equal to np.zeros. ഓക്കെ, np.zeros എന്ന് കൊടുത്തിട്ട് ഒരു ഡയമെൻഷൻ കൊടുക്കാം. ഞാനൊരു 4,1,3 എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഫുൾ സീറോസ് ഉള്ള ഒരു അറേ. ഓക്കെ, ഇങ്ങനെ വന്നു. ഓക്കെ, 4,1,3 എന്നുള്ള ഒരു ഡയമെൻഷനിൽ. ഇനി എനിക്കിത് സ്ക്വീസ് ചെയ്യണമെങ്കിൽ എന്താ സ്ക്വീസ് എന്ന് ഞാൻ പറയാം. ഓക്കെ, np ഡോട്ട് ഓക്കെ സ്ക്വീസ് എന്ന് പറഞ്ഞൊരു ഓപ്പറേഷൻ ഉണ്ട്. സ്ക്വീസ് ഓഫ് ARR എന്ന് കൊടുക്കുക. ഓക്കെ, സ്ക്വീസ് ഓഫ് ARR എന്ന് കൊടുത്താൽ ഈ അറേ സ്ക്വീസ് ആവും. ഇതെങ്ങനെയാ സ്ക്വീസ് ആവാന്ന് വെച്ചാൽ നോക്കൂ, ഈ ARRന്റെ ഷേപ്പ് എന്താ, ഞാനിവിടെ അറേ മാറ്റിയിട്ട് ARR ഡോട്ട് ഷേപ്പ് പ്രിന്റ് ചെയ്യാണ്. 4x1x3 ആണ്, നമ്മൾ അതാണ് കൊടുത്തത്. ഇനി നമ്മൾ ഈ സ്ക്വീസ് ചെയ്ത അറേ ഉണ്ടല്ലോ, അതിന്റെ ഷേപ്പ് നമുക്കൊന്ന് പ്രിന്റ് ചെയ്യാം. ഡോട്ട് ഷേപ്പ് ഒന്ന് പ്രിന്റ് ചെയ്താൽ നോക്കൂ 4x3 ആയി. ഇപ്പൊ സ്ക്വീസ് എന്താ ചെയ്യാന്ന് വെച്ചാൽ ഈ 1 ലെങ്ത് ഉള്ള ആക്സസുകൾ ഉണ്ടല്ലോ അതിനെ എടുത്ത് കളയും. ഓക്കെ, 1 എന്നുള്ള ആക്സസുകൾ എടുത്ത് കളയുന്നതാണ് സ്ക്വീസിങ്. അങ്ങനെ നമ്മുടെ ഡയമെൻഷൻ ഒന്ന് റെഡ്യൂസ് ചെയ്യും. ഓക്കെ, സോ അതാണ് ഇപ്പൊ ഞാൻ ഈ അറേ 4x1x3നെ 1x1x3 ആയിട്ട് ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, എന്നിട്ട് അതിന്റെ ഷേപ്പ് 1x1x3, എന്നിട്ട് ഞാൻ അതിനെ സ്ക്വീസ് ചെയ്തിട്ട് അതിന്റെ ഷേപ്പ് പ്രിന്റ് ചെയ്താൽ നോക്കൂ വെറും 3 കോമ എന്ന് വന്നു. ഓക്കെ, അതൊരു 1 ഡയമെൻഷൻ അറേ ആയി. ഇനി ഇതിന്റെ n ഡയമെൻഷൻ എൻഡിം പ്രിന്റ് ചെയ്താൽ അതൊരു 1 ഡയമെൻഷൻ അറേ. ARRന്റെ എൻഡിം പ്രിന്റ് ചെയ്താൽ അതൊരു 3 ഡയമെൻഷണൽ അറേ ആയിരുന്നു. അപ്പൊ ആ 1 ലെങ്ത് ഉള്ള ആക്സസുകളെല്ലാം എടുത്തു കളയുന്ന ഓപ്പറേഷൻ ആണ് സ്ക്വീസിങ് എന്ന് പറയുന്നത്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഒരു എക്സാമ്പിൾ കൂടെ കാണിക്കാൻ വേണമെങ്കിൽ നമുക്കൊരു 5x1x3 അറേ ഉണ്ട്. ഓക്കെ, അതിന്റെ ഡയമെൻഷൻ 3 ആണ്. അതിന് ഷേപ്പ് പ്രിന്റ് ചെയ്യുമ്പോൾ നോക്കൂ 5x3 ആയി, 5,3 ആയി അതിന്റെ ഡയമെൻഷൻ. ഓക്കെ, അപ്പൊ ആക്സിസ് ലെങ്ത് 1 ഉള്ളതിനെല്ലാം എടുത്ത് കളയുന്ന ഓപ്പറേഷനെയാണ് സ്ക്വീസിംഗ് എന്ന് പറയാം. നമ്മുടെ ഡയമെൻഷൻ ഒന്ന് റെഡ്യൂസ് ചെയ്യാൻ അത് സഹായിക്കും. ഇനി സ്ക്വീസിൽ ഒരു കാര്യം പറയാനുള്ളത് എന്താന്ന് വെച്ചാൽ ഇപ്പൊ നമ്മളുടെ ഈ അറേ 5,1,3,4,1 ഇങ്ങനെ ഒരു അറയാന്ന് വിചാരിക്കുക. ഓക്കെ, ഇതിനകത്തുനിന്ന് നമ്മള് സ്ക്വീസ് ചെയ്തിട്ട് ഷേപ്പ് എടുക്കുമ്പോൾ 5, 3, 4 എന്നായി. എല്ലാ 1ഉം പോയി. പക്ഷെ നമുക്ക് സ്പെസിഫിക്കലി ഈ ഒരു ആക്സസ് മാത്രം എടുത്ത് കളഞ്ഞാൽ മതി എന്ന് വിചാരിക്കാം. അപ്പൊ നമുക്ക് സ്പെസിഫിക് ആയിട്ട് സ്ക്വീസിൽ കൊടുക്കാം. അതായത് ഇപ്പൊ ഞാൻ ഈ ഷേപ്പ് എന്നുള്ളത് കളയാണ്. np.squeeze of ARR, ആക്സസ് is equal to 1 എന്ന് കൊടുക്കുക. അതായത് ഇത് 0 ആൻഡ് ഇത് 1 അല്ലേ ആക്സസ് നമ്പർ. അപ്പൊ ആക്സസ് നമ്പർ അത് കൊടുത്താൽ ഇനി റൺ ചെയ്ത് നോക്കിയാൽ നോക്കൂ അതിന്റെ ഷേപ്പ് അടിക്കാം. നമുക്ക് അറിയാണ്ട് നമുക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. ഷേപ്പ് നോക്കിയാൽ നോക്കൂ 5, 3, 4, 1 ആയി. ഈ 1 അവിടെ തന്നെ കിടക്കുന്നുണ്ട്. ഓക്കെ, നമ്മൾ പറഞ്ഞ ആ ഒരു 1 മാത്രമേ എടുത്തു കളഞ്ഞിട്ടുള്ളൂ. നിങ്ങൾ ഒന്നും പറഞ്ഞില്ലെങ്കിൽ എന്താവും, എല്ലാ 1ഉം എടുത്തു കളയും. ഓക്കെ, അപ്പൊ 5, 3, 4 ആവും. അപ്പൊ കറക്റ്റ് ആയിട്ട് ഇവിടെ ആക്സിസ് ഇസ് ഈക്വൽ ടു ഇത് 1, ഇത് 2, ഇത് 3, ഇത് 4 എന്ന് കൊടുത്താൽ ആ 4ാമത്തെ ആക്സസ് മാത്രം പോകും. അപ്പൊ ഈ ഫസ്റ്റ് ആക്സസ് അവിടെ ഇരിക്കും. ഓക്കെ, സോ ഇങ്ങനെ നമുക്ക് സ്പെസിഫൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് സ്ക്വീസ് ഓപ്പറേഷൻ. ഓക്കെ, അതേപോലെ നമ്മൾ ഇല്ലാത്തൊരു ആക്സസ് കൊടുത്തു എന്ന് വിചാരിക്കും. ആക്സസ് ഈക്വൽ ടു 0 എന്ന് കൊടുത്താൽ എറർ വരും, വാല്യൂ എറർ വരും. കാരണം cannot select an axis to squeeze out which has size not equal to 1. ഓക്കെ, അതാണ് അതിന്റെ കാര്യം. ഇനി നമുക്ക് എക്സ്പാൻഡിങ് നോക്കാം. അപ്പൊ നമ്മൾ സ്ക്വീസിങ് കണ്ടു. എക്സ്പാൻഡിങ് എങ്ങനെ വർക്ക് ചെയ്യുന്നത് വെച്ചാൽ ഇതേപോലെ തന്നെ നമുക്ക് എങ്ങോട്ടാണോ എക്സ്പാൻഡ് ചെയ്യേണ്ടത് അങ്ങോട്ട് 1 ലെങ്ത് ഉള്ള ആക്സസ് വെച്ച് ആഡ് ആവും. ഓക്കെ, 1 ലെങ്ത് ഉള്ള ആക്സസ് വെച്ച് ആഡ് ആവും. അതായത് നമ്മൾ ARR is equal to np.zeros of ഒരു അറേ ഉണ്ടാക്കുകയാണ്. ഞാനൊരു 4,3,5 എന്ന് പറഞ്ഞിട്ടൊരു 0 വെച്ചിട്ടുള്ള അറേ. ഓക്കെ, എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാല് np.expand dims, എക്സ്പാൻഡ് ഡയമെൻഷൻ എന്നാണ് കൊടുക്കുക. എക്സ്പാൻഡ് ഡിംസ് നമ്മുടെ അറേയുടെ പേര് ARR, എന്നിട്ട്
നമുക്ക് ആക്സിസ് കൊടുക്കാം. ആക്സിസ് ഈക്വൽ ടു 0 എന്ന് കൊടുത്താൽ നോക്കൂ ഒരു അറേ വന്നു. എന്നിട്ട് ഇവിടെ നമുക്ക് ഷേപ്പ് പ്രിന്റ് ചെയ്യാം. നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്ക് അറേ കണ്ട് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. ഓക്കെ, അപ്പൊ നോക്കൂ 0 ഒരു ആക്സിസ് വിത്ത് ലെങ്ത് 1 ആഡ് ആയി. ഓക്കെ, വിത്ത് ലെങ്ത് 1 ആക്സിസ് 1 കൊടുത്താൽ നോക്കൂ 4 1 3 5 എന്ന് വന്നു. ഓക്കെ, അതുപോലെ ഇപ്പൊ ഞാൻ ചെറിയൊരു അറേ കാണിച്ചൊരു എക്സാമ്പിൾ നിങ്ങൾക്ക് കാണിക്കാം. 4x3 ഒരു അറേ ഉണ്ട്. ഓക്കെ, ARR. ഈ ARR പ്രിന്റ് ചെയ്യുമ്പോൾ നോക്കൂ 4 റോ 3 കോളം ഉള്ള ഒരു അറേ. അപ്പൊ നോക്കൂ ആക്സിസ് 1 അപ്പൊ നോക്കൂ ആക്സിസ് 0 ഒരു ആക്സിസ് ആഡ് ആയി. ഇനിയിപ്പോ ഞാൻ ആക്സിസ് 2 കൊടുത്താൽ എന്താവും? നോക്കൂ 4 3 1 എന്നായി പുതിയ അറേയുടെ ഷേപ്പ്. 4 3 1 എന്ന്. അപ്പൊ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമ്മൾ എന്തായാലും ആക്സിസ് കൊടുക്കണം. എവിടെയാണ് എക്സ്പാൻഡ് ചെയ്യേണ്ടത് എന്ന് നമ്മൾ സ്പെസിഫൈ ചെയ്യണം. സ്ക്വീസ് ചെയ്യുമ്പോൾ കൊടുത്തില്ലെങ്കിൽ ആ 1 എവിടെ നിന്നാണോ ഉള്ളത് അവിടെ നിന്ന് എടുക്കും. റൈറ്റ്, ഇനി ഇതെനിക്കൊരു ട്രിപ്പിൾ ആയിട്ടും കൊടുക്കേ. അതായത് എനിക്ക് 2 സ്ഥലത്ത് ആഡ് ചെയ്യണമെങ്കിൽ 0, 2 എന്ന് കൊടുത്താൽ നോക്കൂ 0 ഒന്ന് ആഡായി 2 ഒന്ന് ആഡായി. ഓക്കെ, 2 ആക്സിസ് ആഡായി. ആൻഡ് ഇതിന്റെ ഡയമെൻഷൻ ഇപ്പൊ എത്ര ഡയമെൻഷനായി? 4 ഡയമെൻഷനായി. അതായത് ഇപ്പൊ ARR.endim നിങ്ങൾ അടിച്ചു നോക്കിയാൽ അത് 2 ആണ്. ഇതിന് ഞാനൊരു C എന്ന് പേര് കൊടുക്കേ. C എന്നിട്ട് C.endim അടിച്ചാൽ endim അല്ലേ, ഷേപ്പ് മാറ്റിയിട്ട് അടിച്ചു കൊടുത്താൽ 4 ഡയമെൻഷനായി. ഓക്കെ, ഈ ഒരു അറേയുടെ ഡയമെൻഷൻ 4 ആണ്. റൈറ്റ്, അപ്പൊ അങ്ങനെയാണ് നമ്മൾ ആക്സിസ് എക്സ്പാൻഡ് ചെയ്യുക. കാര്യം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സോ നമ്മൾ ഏകദേശം നംപൈയുടെ ബേസിക്സ് എല്ലാം കവർ ചെയ്തു. ഇനി നമുക്ക് ഒരു ലാസ്റ്റ് വീഡിയോയോടുകൂടെ ഈ ഒരു സീരീസ് അവസാനിപ്പിക്കാവുന്നതാണ്. സോ അടുത്തൊരു വീഡിയോയിൽ നമുക്കൊരു ചെറിയ പ്രോജക്റ്റോ എന്തെങ്കിലും ചെയ്യാം. നംപൈ വെച്ചിട്ട് ചെറിയ എക്സസൈസ് പോലെ ചെയ്യാം. അതിന്റെ കൂടെ നംപൈയുടെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്നൊക്കെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. സി യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.